നിലമ്പൂർ രാഷ്ട്രീയം. നിലമ്പൂർ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് കൊല ചെയ്യപ്പെട്ട MLA, തോക്കുകൊണ്ട് വെടിവെച്ച് കൊല ചെയ്യപ്പെട്ട MLA. ആ MLA കുറിച്ച് സംസാരിക്കാതിരുന്നാൽ ആ ചരിത്രവും നിലമ്പൂരിന്റെ രാഷ്ട്രീയവും പൂർത്തിയാവത്തില്ല. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിലമ്പൂരിൽ വെടിയേറ്റ് മരണപ്പെട്ട കരിക്കാടൻ കുഞ്ഞാലി അല്ലെങ്കിൽ സഹാവ് K കുഞ്ഞാലിയുടെ ജീവിതത്തിലുണ്ടായ കറുത്ത അധ്യായം, നിലമ്പൂർ രാഷ്ട്രീയത്തിന്റെ എന്നും മറക്കാതെ നിൽക്കുന്ന ആ ഇരുണ്ട അധ്യായത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആരായിരുന്നു കുഞ്ഞാലി? കുഞ്ഞാലി നിലമ്പൂർകാർക്ക് ആരായിരുന്നു? നിലമ്പൂർകാർക്ക് കുഞ്ഞാലി എന്ന് പറയുമ്പോൾ ഇന്നും കുഞ്ഞാലിയെ ഓർക്കുന്ന ഒത്തിരി പഴയ തലമുറയിലുള്ള ആളുകൾ ഒരുപക്ഷെ ഇന്നും ഈ പറയുന്ന നിലമ്പൂരിന്റെ തെരുവുകളിലും നിലമ്പൂരിന്റെ കവലകളിലും ഉണ്ടാകും. കാരണം നിലമ്പൂർ ഒരുപാട് ഭൂസ്വത്തുക്കൾ ഇല്ലാതിരുന്ന, ഒരുപാട് ദാരിദ്ര്യരായ സാധാരണക്കാർ തിങ്ങിപ്പാർത്തുന്ന ഒരിടമായിരുന്നു. അവിടെ പലതരത്തിലുള്ള എന്താ പറയുക, മുതലാളി വർഗത്തിന്റെയും അതുപോലെ തന്നെ ഒരുപാട് മാടമ്പിമാരുടെയും കടന്നുകയറ്റം കൊണ്ടും ഒരു തുണ്ട് ഭൂമി ഇല്ലാതിരുന്ന ആളുകൾക്ക് കോവിലകം വസ്തുവിനെ പോലും വളഞ്ഞു പിടിച്ച് സാധാരണക്കാരുടെ കയ്യിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞാലി സഹാവ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വളരെ മികവുറ്റതായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ നാട്ടുകാർക്ക് കുഞ്ഞാലി സഹാവ് എന്ന് പറയുമ്പോൾ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു, അവരുടെ ഒപ്പം നിൽക്കുന്നവനായിരുന്നു. ജനപ്രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാരിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന ഒരാളും സഹാവ് കുഞ്ഞാലി തന്നെയായിരുന്നു. ഈ കാരണങ്ങൾ കൂടി കൊണ്ടാണ് സഹാവ് കുഞ്ഞാലിയെ എതിർചേരിയിലുള്ള ആളുകൾ വെടിവെച്ച് കൊന്നത്. ഇനി കുഞ്ഞാലിയെ കുറിച്ച് പറയുമ്പോൾ കുഞ്ഞാലി ആരായിരുന്നു എന്നും കുഞ്ഞാലി എന്തായിരുന്നു എന്നും കൂടി നമ്മൾ അറിയണം. 1942 ഇന്ത്യൻ സേനയോടൊപ്പം ചേർന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോലും പങ്കെടുത്ത ഒരു വിമുക്ത ഭടനായിരുന്നു സഹാവ് K കുഞ്ഞാലി. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി നാട്ടിലേക്ക് തിരിച്ചെത്തിയ കുഞ്ഞാലി നിലമ്പൂരുള്ള കാളികാവിൽ തന്റെ പ്രവർത്തന മണ്ഡലം ആരംഭിച്ചു. തുടക്കകാലങ്ങളിൽ CIT-ന് വേണ്ടി അതിശക്തമായ രീതിയിൽ തൊഴിലാളികൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചു. ഒരുപാട് തൊഴിലാളി സമരങ്ങൾക്ക് ഈ പറയുന്ന നിലമ്പൂർ വേദിയായപ്പോൾ അതിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു സഹാവ് K കുഞ്ഞാലി. തുടർന്ന് അവിടെ നടന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റായ ഇലക്ഷനിലെത്തി തന്റെ ആദ്യത്തെ രാഷ്ട്രീയ നേതൃപാടവം ഏറ്റെടുത്തുകൊണ്ട് കുഞ്ഞാലി ആ പഞ്ചായത്തിന് സുദീർഘമായ പ്രവർത്തനം നടത്തിപ്പോയി. തുടർന്ന് മുന്നോട്ട് കുഞ്ഞാലി നടത്തിയ പല പ്രവർത്തനങ്ങളും കുഞ്ഞാലിയെ നിലമ്പൂരിൽ ജനപ്രിയനാക്കി. അത് എതിർചേരിയിലുള്ളവർക്കപ്പം തന്നെ ഒരു കല്ലുകടിയായി മാറിക്കഴിഞ്ഞു. 1965 രാജ്യരക്ഷാ നിയമപ്രകാരം കുഞ്ഞാലിയെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ സമയത്തും തുടർന്ന് 1967 നടന്ന MLA ഇലക്ഷന് ആര്യാടൻ മുഹമ്മദിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞാലി നിയമസഭയിലേക്ക് കടന്നു വന്നു, ഒരു MLA ആയി. അങ്ങനെ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പദവിയിൽ നിന്നും ഒരു MLA പദവിയിലേക്കുള്ള കുഞ്ഞാലിയുടെ യാത്ര അവിടെ തുടങ്ങുന്നു. പക്ഷെ അത് അധികകാലം നീണ്ടു നിന്നില്ല. ഈ പറയുന്ന കുഞ്ഞാലിയുടെ മരണത്തിലേക്ക് അല്ലെങ്കിൽ ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടൊരു സംഭവം കൂടി ആ കാലഘട്ടങ്ങളിൽ അവിടെ രൂപപ്പെടുന്നുണ്ടായിരുന്നു. അന്ന് ചുള്ളിയോട്ട് എബ്രഹാം എന്ന് പറയുന്ന ഒരു റാന്നിക്കാരന്റെ എസ്റ്റേറ്റിൽ INTUC-യുടെ ഒരു നേതാവ്, തൊഴിലാളി നേതാവായിരുന്നു ഈ പറയുന്ന ആര്യാടൻ മുഹമ്മദ്. അന്ന് അവിടെ ഒരു 280 മരങ്ങൾ എന്ന് പറയുന്ന ഒരു കൂട്ടം, ആ കൂട്ടം ഒരാൾക്ക് കൊടുത്തിട്ട് അതിനെ വേതനമായി കണക്കാക്കിയാണ് അവിടെ തൊഴിലാളികൾ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് തന്നെ അവിടെ മുതലാളി ആ 250 മരങ്ങൾ എന്നുള്ളത് 300 മരങ്ങളായി വർദ്ധിപ്പിച്ചു. ജോലി ഭാരം കയറുകയും എന്നാൽ വേതനത്തിൽ കയറ്റം ഉണ്ടാവാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ INTUC അന്ന് സമരത്തിലേക്ക് പോവുകയുണ്ടായി. ഈ സമരത്തിൽ പങ്കെടുത്ത 19 INTUC പ്രവർത്തകരെ ഈ പറഞ്ഞ മുതലാളി പിരിച്ചുവിടുകയും ചെയ്തു. അതിന് ബദലായി കുഞ്ഞാലി CIT-യിൽ നിന്നും 19 തൊഴിലാളികളെ ഈ മുതലാളിക്ക് കൊടുക്കുകയും ചെയ്തു. പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഈ 19 തൊഴിലാളികളും INTUC-യിലേക്ക് ചേരുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. ഇതിനെ തുടർന്ന് അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും രൂപപ്പെട്ടു വന്നു. ഇതിന്റെ സമരാർത്ഥം ചുള്ളിയോട് തന്നെയുള്ള INTUC-യുടെ ഓഫീസിലേക്ക് നടത്തിയ ഒരു പ്രതിഷേധ റാലിയിൽ അവരുടെ ഓഫീസ് പടി കയറുന്നതിനിടയിൽ ഉണ്ടായ ബഹളത്തിനിടയിൽ വെടിയേറ്റ് മരിച്ചതാണ് കുഞ്ഞാലി എന്നാണ് അവിടുത്തെ
പ്രാദേശിക കോൺഗ്രസുകാരുടെ ഭാഷ്യം. പക്ഷെ അന്ന് ആരാണ്, എന്തിനാണ് കുഞ്ഞാലിയെ വെടിവെച്ചത്? ആ ആൾക്കൂട്ടത്തിനിടയിൽ എന്തിനാണ് കുഞ്ഞാലിയെ മാത്രം തെരഞ്ഞുപിടിച്ച് ഒരാൾ നിറയൊഴിച്ചത്? ആരാണ് കുഞ്ഞാലിക്ക് മേലെ നിറയൊഴിച്ചത്? അത് വെടിയേറ്റ് ഈ പറയുന്ന കുഞ്ഞാലിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കോൺസ്റ്റബിൾ കുഞ്ഞപ്പു നായരോട് കുഞ്ഞാലി പറയുന്നുണ്ടായിരുന്നു, എന്നെ വെടിവെച്ചത് ആര്യാടൻ മുഹമ്മദ് ആണെന്ന്. അതുപോലെ തന്നെ മഞ്ചേരി ആശുപത്രിയിൽ എത്തിയപ്പോഴും ഇതേ മൊഴി തന്നെ തുടർന്നു. തിരിച്ച് മഞ്ചേരി ആശുപത്രിയിൽ നിന്നും നില ഗുരുതരമാണെന്ന് കണ്ടപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയ കുഞ്ഞാലിയെ സഡേഷൻ കൊടുക്കുകയും മൊഴിയെടുക്കാൻ വന്ന മജിസ്ട്രേറ്റിനോട് ഡോക്ടർ പറഞ്ഞു കുഞ്ഞാലി ഇപ്പോൾ മൊഴി നൽകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല എന്ന്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് 1967 മെയ് 26 വെറും 49 വയസ്സുള്ള കുഞ്ഞാലി കോഴിക്കോട് ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്നു. മജിസ്ട്രേറ്റിന് കൃത്യമായൊരു മൊഴി എടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അന്ന് കോടതി ആര്യാടൻ മുഹമ്മദ് അടങ്ങുന്ന ആളുകളെ വെറുതെ ഉണ്ടായത്. അന്ന് കവലയിൽ നടത്തിയ പ്രസംഗത്തിൽ EMS നമ്പൂതിരിപ്പാട് പറഞ്ഞൊരു വാക്കുണ്ട്, ബൂർഷ്വാ കോടതി വെറുതെ വിട്ടാലും ജനകീയ കോടതി ഇവരെ വെറുതെ വിടത്തില്ല. പക്ഷെ ആരാണ്, അവിടെയും ഒരു ചോദ്യം ഉണ്ടായിരുന്നു, കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്നത്. ആ പേരും ഒടുവിൽ പുറത്തു വന്നു, പത്തായക്കൽ ഗോപാലൻ. ഈ പത്തായക്കൽ ഗോപാലൻ എന്ന് പറയുന്ന ആളാണ് ഈ പറയുന്ന കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്നത്. അതിന് ഏതൊരു വിഷയം ഉണ്ടാവുമ്പോഴും ഒരു നാട്ടിൽ 2 ഭാഷ്യമുണ്ട്. ഒരു കോൺഗ്രസ് ഭാഷ്യം ഉണ്ടായിരുന്നു, ഒരു കമ്മ്യൂണിസ്റ്റ് ഭാഷ്യം ഉണ്ടായിരുന്നു. ഇലക്ഷനിലെല്ലാം തോറ്റതിന്റെ ഒരു വൈരാഗ്യം വെച്ച് ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്ന കൂലിക്കാരനാണ് കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്നതെന്നുള്ള കമ്മ്യൂണിസ്റ്റ് ഭാഷ്യവും. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് തർക്കങ്ങളുടെ പുറത്ത് ഗോപാലൻ വെടിവെച്ച് കൊന്നതാണെന്നുള്ള ഒരു കോൺഗ്രസ് ഭാഷ്യവും അന്ന് നാട്ടിൽ പരക്കുന്നുണ്ടായിരുന്നു പ്രാദേശികമായിട്ട്. പക്ഷേ കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഗോപാലൻ കോൺഗ്രസിന്റെ ഒരു സജീവ പ്രവർത്തനമായി മാറുന്ന കാഴ്ചയാണ് അവിടെ കാണുവാനും സാധിച്ചത്. പക്ഷെ എന്ത് തന്നെ ആയാലും ഈ പറയുന്ന രാഷ്ട്രീയ ചേരിതിരിവുകൾ നല്ല പ്രകടമായി നിന്നിരുന്ന ഒരു വടക്കൻ രാഷ്ട്രീയത്തിൽ ശക്തമായ ഒരു ദിശാബോധം അവിടുത്തെ നാട്ടുകാർക്കും അതുപോലെ തന്നെ ശക്തമായ ഒരു രാഷ്ട്രീയ ബോധവും അവിടുത്തെ ജനങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിലുള്ള രാഷ്ട്രീയ പകയും അറിയുവാൻ കഴിയുന്നുണ്ടായിരുന്നു. കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞ് തന്നെ ഈ പറയുന്ന ഗോപാലനെയും കോൺഗ്രസിന്റെ തന്നെ പാർട്ടി ഓഫീസിൽ വെച്ച് കുത്തിക്കൊല്ലുകയാണ് ഉണ്ടായത്. അന്നത്തെ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു, കുത്തിക്കൊന്നതിന് ശേഷം ഇത് കുഞ്ഞാലിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് അവർ പോയതെന്ന് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ പറഞ്ഞതായി ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞ് 1980 നിലമ്പൂരിൽ നടന്ന ഒരു ഇലക്ഷന് ഹരിദാസൻ അവിടെ വിജയിക്കുകയുണ്ടായി. പക്ഷെ വെറും 10 ദിവസ കാലയളവ് പൂർത്തിയാക്കിയ ഒരു MLA എന്നുള്ള ഒരു റെക്കോർഡ് ഇന്നും നിയമസഭയിലുള്ളത് ഹരിദാസിനാണ്. ഹരിദാസിനെ കൊണ്ട് രാജിവെപ്പിച്ച് ആര്യാടൻ മുഹമ്മദിനെ വിജയിപ്പിച്ച് EMS മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാക്കുകയാണ് ചെയ്തത് 1980. അന്ന് EMS കവലയിൽ നടത്തിയ മറ്റൊരു പ്രസ്താവനയും വളരെ പ്രശസ്തമായി നിൽക്കുന്ന ഒന്നാണ്. അന്ന് കുഞ്ഞാലി മരണം നടന്നപ്പോൾ നമുക്ക് തെറ്റായ ധാരണയായിരുന്നു ആര്യാടൻ മുഹമ്മദിനെ കുറിച്ച് എന്നും ആര്യാടനിൽ അത് പങ്കില്ല എന്നും അന്ന് EMS പൊതുസമക്ഷം പറയുന്നതും രാഷ്ട്രീയ കേരളം കണ്ടതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവസരോചിതമായിട്ടുള്ള നിലപാട് മാറ്റങ്ങൾ രാഷ്ട്രീയത്തിന്റെയും അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിന്റെയും പല നിലനിൽപ്പുകളിലും നമ്മൾ കണ്ടതാണ്. അതിന്റെ മരണപ്പെട്ടതായ ഒരു രക്തസാക്ഷിയാണ് സഖാവ് കെ കുഞ്ഞാലി. പക്ഷെ കെ കുഞ്ഞാലിയെ ഓർക്കാതെ, കെ കുഞ്ഞാലിയുടെ രക്തക്കറ ഓർക്കാതെ ഒരിക്കലും നിലമ്പൂർ രാഷ്ട്രീയം പൂർത്തിയാവില്ല. നിലമ്പൂരിൽ ഇന്ന് നടക്കുന്ന വടംവലികളെല്ലാം തന്നെ കാണുമ്പോൾ സഖാവ് കുഞ്ഞാലി അന്ന് നടത്തിയ ധീരമായ ഒരുപാട് ജനകീയ പ്രക്ഷോഭങ്ങളുടെയും ജനകീയ മുന്നേറ്റങ്ങളുടെയും വിപ്ലവ രാഷ്ട്രീയത്തിന്റെയും ഒരു അലയടി അവിടെ ഇന്നും മായാതെയും മങ്ങാതെയും നിൽക്കുന്നുണ്ട്. ആരാണോ, ആരെ കൊണ്ടാണോ, എന്തിനു വേണ്ടിയാണോ സഖാവിനെ ഉന്മൂലനം ചെയ്തത്, അവർ ഇന്ന് ഒരു പ്രത്യയ ശാസ്ത്രത്തിനുള്ളിൽ നിന്നുകൊണ്ട് വീർപ്പുമുട്ടുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. രാഷ്ട്രീയ കച്ചവടവും ഇന്നത്തെ ജനറേഷൻ കാണുന്നുണ്ട്. പുതിയ തലമുറ അറിയണം, ഇങ്ങനെയും കുറച്ച് രാഷ്ട്രീയ ചരിത്രങ്ങൾ നമ്മുടെ രാഷ്ട്രീയ അധ്യായ താളുകളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്.
പുതിയ നാൾവഴികളും പുതിയ ചരിത്രങ്ങളും പുത്തൻ നിലമ്പൂർ ആശയങ്ങളും ചേർത്തുകൊണ്ടുള്ള പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. മറ്റൊരു വിഷയങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാവണം.